ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 3 മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, പച്ചമുളക്, നല്ല പച്ച വഴുതനങ്ങ, നീണ്ട വഴുതനങ്ങയാണിത് എടുത്തിരിക്കുന്നത്. ഒരു 6 വഴുതനങ്ങ ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 5 മുതൽ 6 പച്ചമുളക് വരെ എടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉരുള പിഴിയൻ പുളി, വാളംപുളി എന്ന് ചിലർ പറയും, അപ്പോൾ അത് ഞാൻ വെള്ളത്തിലും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി, വഴുതനങ്ങ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അത് വഴന്ന് വരണം. അപ്പോൾ ഇത് ഒന്ന് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് ഒക്കെ വരുന്ന ആ സമയത്തിന് നമുക്ക് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് എണ്ണയിലൊന്ന് കിടന്ന് വഴന്ന് വരട്ടെ. അപ്പം ഞാൻ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരണ്ടിയത് ഇടുവാണ്. അതൊന്ന് നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നല്ല ബ്രൗൺ കളറായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. നല്ല ബ്രൗണിഷ് കളറായി കഴിയുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. 2 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ, ചെറുതായിട്ടൊന്ന് തണുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്നുകൂടെ. അതും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് വറുത്തെടുത്ത തേങ്ങ ഇപ്പം ഞാൻ ഒന്ന് അരച്ചെടുക്കുവാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്ക് അരച്ച് കിട്ടണം. അപ്പം ഇതിലേക്ക് ഇത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ പിഴിയൻപുളി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വഴുതനങ്ങയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ അരപ്പെല്ലാം കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കലക്കി ചൂടുവെള്ളമാണ് ഞാൻ ഇത് അരപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് ഇളക്കി കൊടുത്തിട്ട് ഇത് നിന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, പച്ചവെള്ളം ചേർക്കരുത്. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ വെക്കാനാണെങ്കിൽ ഈ കറി ഇരിക്കും. പക്ഷേങ്കിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 2 ദിവസമൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ തിളച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ട അതിനകത്ത് നമ്മൾ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കണ്ട, കുറേ നേരം തിളയ്ക്കുക. കാരണം എല്ലാം ഓൾറെഡി തന്നെ എല്ലാം പാകമായതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് മാറ്റിയ ഉടനെ തിളച്ച് മാറ്റുക. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുകൊക്കെ വറുത്ത് ചേർക്കാം. അപ്പം വെളിച്ചെണ്ണയാണ് കടുക് വറുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, സാധാരണ കടുക് വറുക്കാൻ നമ്മൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ തന്നെ ചേർത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്.
കുറച്ച് ബുദ്ധിമുട്ട് ആണ് ഉണ്ടാക്കാനെങ്കിലും 2-3 ദിവസം വരെ ഇതിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്.